നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പണ്ടുള്ളവർ പറയും. എനിക്ക് നമ്മുടെ സിനിമാക്കാരനായ ഗതാഗത ഉപമന്ത്രി KB ഗണേഷ് കുമാറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് സിനിമാ വകുപ്പ്, സാംസ്കാരിക വകുപ്പ് ഇടതുപക്ഷം വിട്ട് കളിക്കില്ല, CPM വിട്ട് കളിക്കില്ല. ആ സിനിമാ വകുപ്പെങ്കിലും സിനിമ മാത്രം ഗണേശ നിങ്ങൾ വച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടായേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, KSRTC ആരൊക്കെ ഭരിച്ചിട്ടും ബാലകൃഷ്ണ സാറ് പോലും മന്ത്രിയായിട്ട് പോലും രക്ഷപ്പെടാത്ത വകുപ്പാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി 10,19,00,000 രൂപ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തു. 10,19,00,000 രൂപ. ഇപ്പോൾ എന്താ പറയുക, 9,41,00,000 രൂപയാണ് ഈ കഴിഞ്ഞ 6-ാം തീയതി കളക്ട് ചെയ്തത്. ഒക്ടോബർ 6-ന് കളക്ഷൻ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. ട്രാൻസ്പോർട്ട് പുതിയ പാതകളിലൂടെ മുമ്പോട്ട് പോകുന്നു. എവിടെയോ ഗണേഷ് കുമാർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ല എറണാകുളമാണോ എവിടെയോ റോഡേ, എറണാകുളത്ത് തന്നെ ഒരു സ്വകാര്യ കാറിൽ, മന്ത്രിയുടെ ബോർഡ് വെച്ച കാറിലല്ല, അദ്ദേഹം രാവിലെ എവിടെയോ പോകാനായിട്ട് വല്ല അമ്പലത്തിലോ എവിടെയെങ്കിലും പോകാനായിരിക്കാം, കല്യാണത്തിനോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് പോകുമ്പോൾ മന്ത്രിയാണ് ഈ ഉള്ളത് എന്നറിയാതെ ഇടതുവശത്തുകൂടി ഒരു കാറ്, ഒരു ബസ്, പ്രൈവറ്റ് ബസ്, എറണാകുളത്ത് പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളാണ് ഓടിക്കുന്ന ഡ്രൈവർമാരെല്ലാം, ഇടതുവശത്തുകൂടി എരപ്പിച്ച് വന്ന് ഹോൺ അടിച്ച് ചെറിയ വാഹനങ്ങളെയൊക്കെ വിരട്ടി ആലുവ ഐലൻഡ് റൂട്ടിൽ ഓടുന്ന റാഹത്ത് എന്ന് പറഞ്ഞ ബസ് മന്ത്രിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി. റഹീം എന്നാണ് ഡ്രൈവറുടെ പേര്. ഗണേശൻ എന്തെന്ന് വെച്ചാൽ, ഗണേശൻ സഞ്ചരിക്കുന്ന കാറ് ആ ബസ്സിൻ്റെ പുറകെ വിട്ടു. എവിടെയോ ഒരിടത്ത് വെച്ച് ആളെ കയറ്റാനായിട്ട് നിർത്തിയപ്പോൾ കാറ് കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ചിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് ഗണേശൻ പറഞ്ഞു, ഈ ബസ്സിൻ്റെ പെർമിറ്റും നിൻ്റെ ലൈസൻസും രണ്ടും സ്വാഹ എന്ന് പറഞ്ഞിട്ട് കാറിനടുത്തങ്ങ് പോയി. ബസ്സിൻ്റെ ഡ്രൈവർ തന്നെയാണ് മുതലാളി. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. റഹീം എന്നാണ് ഡ്രൈവറുടെ പേര്. അയാൾ തന്നെയാണ് മുതലാളി. അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസും കട്ടായി, ബസ്സിൻ്റെ പെർമിറ്റും കട്ടായി, സസ്പെൻഡ് ചെയ്തു രണ്ടും. അതുപോലെ എവിടെയോ ഗണേശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എയർ ഹോൺ മുഴക്കിയിട്ട് എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ച പോലെയല്ലേ അടിച്ചുകൊണ്ട് പോണേ, വായുകുളിക്ക് പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ മുഴക്കി. അത് നിരോധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ആ ഹോണ് വച്ച് അടിച്ച് കസറിക്കൊണ്ട് പോവുകയാണ് മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളുടെയും ചെക്ക് ചെയ്യാൻ പറഞ്ഞു, എയർ ഹോൺ ഉണ്ടോയെന്ന്. ഈ എയർ ഹോണുകളെല്ലാം പിടിച്ച് അഴിപ്പിച്ച് വാങ്ങിച്ച് ഒരിടത്ത് കൂട്ടി. അവിടെ ഇട്ടിട്ട് വാക്കൂലല്ലോ. ഒരു JCB വിളിച്ച് ഇത് മുഴുവൻ അരച്ച് പരുവാക്കാൻ പറഞ്ഞു. JCB വന്ന് എല്ലാം ഫ്ലാറ്റാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ JCBക്ക് ബുക്കുമില്ല, പേപ്പറുമില്ല, ഒരു കുന്തവുമില്ല. അടിച്ചു കൊടുത്ത് ഫൈൻ അവനും. ട്രാൻസ്പോർട്ട് വകുപ്പിൽ ജോലി ചെയ്യാൻ വന്ന JCBക്ക് പേപ്പറൊന്നും ഇല്ല. എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ ഹൈടെക് ബസ് തുടങ്ങാൻ പോവാണ്. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെത്താം, ജനശതാബ്ദിയേക്കാൾ മുമ്പേ. അതുപോലെ തന്നെ ആ ബസ്സിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി. ആ ബസ് വന്നാൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഞാൻ അതിലേ പോകും. ഈ എയർ ഹോസ്റ്റസുമാരെ പോലെ ബസ് ഹോസ്റ്റസൊക്കെ ഉള്ള, നമ്മൾ ചായയോ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ ചോദിച്ചാൽ അതുകൊണ്ട് നമുക്ക് സർവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അടക്കമുള്ള സ്റ്റൈലും ബസ് വരികയാണ്. അത് എന്താ പറയുക, 4 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഒറ്റ ടിക്കറ്റിൽ യാത്ര ചെയ്യാവുന്ന സംവിധാനം വരുന്നു. എനിക്ക് തോന്നുന്നു കൺസെഷൻ കാർഡ് പോലെ എന്തെങ്കിലും ആയിരിക്കാം, അതും വരാൻ പോകുന്നു. അതിൻ്റെ പരിഗണനയിലാണ്. ആർക്കും KSRTCയിൽ പരസ്യം പിടിക്കാം. എനിക്കും നിങ്ങൾക്കും ഒക്കെ പിടിക്കാം പരസ്യം. 1,00,000 രൂപയുടെ പരസ്യം പിടിച്ചാൽ 15,000 രൂപ നമുക്ക് കിട്ടും, 15%. ഒരു തൊഴിൽ തേടി നടക്കുന്ന യുവാക്കൾക്ക് പറ്റിയ പരിപാടിയാണെന്ന് ഞാൻ പറയും.
ഇപ്പോൾ ലുലുവിനെ പോലെ അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറി പോലെ ജയലക്ഷ്മി പോലെ ഇങ്ങനെ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ. അവരുടെ KSRTCയിലെ ഒരു പരസ്യം പതിക്കാനായിട്ട് നമ്മൾ പോയി പിടിച്ചാൽ ഒരു 50 ലക്ഷം രൂപയുടെ പരസ്യം പിടിച്ചാൽ നിങ്ങൾ ആലോചിച്ച് 15 ലക്ഷം രൂപ നമ്മുടെ കയ്യിരിക്കും. അതും വരാൻ പോവുകയാണ്. അതിനേക്കാളും എനിക്ക് ഗണേശൻ്റെ അഭിമാനം തോന്നിയത് ക്യാൻസർ രോഗികൾക്ക് സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള താഴോട്ടുള്ള എല്ലാ KSRTCയുടെ ബസ്സിലും സൗജന്യ യാത്രയാക്കി. അത് നിങ്ങൾ സർക്കാരിൻ്റെ ശ്രീചിത്രയിലോ RCCയിലോ ഒന്നുമല്ല, നിങ്ങൾ ഏത് പ്രൈവറ്റ് ആശുപത്രിയിലായാലും കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെവിടെ പോകാനും ഫാസ്റ്റ് പാസഞ്ചർ മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും സൗജന്യ യാത്രയാണ് ഇനി ക്യാൻസർ രോഗികൾക്ക്. പുതിയ 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 പരിപാടികൾ ഗണേശൻ നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി, കൊറിയർ സർവീസ് തുടങ്ങി. അപ്പോൾ ഒരു വിഷനുള്ള, ഒരു കാഴ്ചപ്പാടുള്ള ഒരാളുടെ കയ്യിൽ ഏത് വകുപ്പ് കിട്ടിയാലും അദ്ദേഹം അതിൽ വിജയിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരവും ട്രാൻസ്പോർട്ടിനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുന്ന രീതി. ഇനിയും തുടരട്ടെ ഗണേശൻ. നമസ്കാരം. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും എപ്പിസോഡ് 10-700 എപ്പിസോഡ് ചെയ്തിട്ട് നിങ്ങളെന്താ നടൻ ശങ്കറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യാത്തത്? ചിലർ പറയും ശങ്കരേട്ടൻ എന്ന്, ചിലർ പറയും ശങ്കർ സാറെന്ന്. വാസ്തവത്തിൽ ശങ്കറിനെ കുറിച്ച് ചെയ്യാൻ എൻ്റെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ ഒരു പടത്തിലേ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ, സൂര്യവന. അതിവിടെ ഞാൻ ഇന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കോഴിക്കോട് ഒരു അവാർഡ് വാങ്ങാൻ ഞാൻ സിന്ധു കൂടെ പോയപ്പോൾ അവിടെ എന്താ പറയുക, സമഗ്ര സംഭാവനകൾ അവാർഡ് വാങ്ങാൻ ശങ്കർ വന്നിരുന്നു. അവിടെ വെച്ച് കണ്ടു. പക്ഷേ ഞാൻ അധികം പിടികൊടുത്തില്ല. എന്നെക്കാട്ടി ചിരിച്ചു, വർത്തമാനം പറയാനുള്ള പിടികൊടുത്തില്ല. കാരണം മനസ്സിൽ നിന്ന് ഞാൻ മായ്ച്ചു കളഞ്ഞ ഒരു രൂപമാണ് ശങ്കർ. ശങ്കറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മലയാള നാടകരംഗത്ത് സൂപ്പർ സ്റ്റാറായിരുന്നു ഒരു കാലത്ത് എൻ്റെ ഗുരുനാഥൻ JC സാറും പിന്നീട് വൈക്കം മാളവിക തുടങ്ങിയ TK ജോണും. കാളിദാസ കലാകേന്ദ്രത്തിലടക്കം പ്രധാന വേഷം ചെയ്യുന്ന കാലത്ത് നാടകവണ്ടിയിൽ യാത്ര ചെയ്യാത്തവരായിരുന്നു ഇരുവരും. രണ്ടുപേരും കൂടി ഒരു ടാക്സി കാർ എടുക്കും. കാണുന്ന ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങി നാടകം കളിക്കുന്നിടത്ത് എത്തുമ്പോൾ നേരത്തെ വന്ന നാടകവണ്ടിയിൽ ഇവരെ കാണാത്തതിൻ്റെ നിരാശയിൽ നിൽക്കുന്ന കാണികൾ ഇരുവരെയും തോളിലേറ്റി സ്റ്റേജിലെത്തിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു JC സാറിനെ. ചന്ദന നിറത്തിലെ ജുബയും കസവ് കരയുള്ള കോടിക്കളർ മുണ്ടും സമൃദ്ധമായ താടിയും കട്ടി കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും മധുരമുള്ള പുരുഷ ശബ്ദവും നല്ല ഉയരവുമൊക്കെയുള്ള JC സാറിനെ പ്രേമിച്ചവർ സ്നേഹിച്ചവർ നിരവധിയായിരുന്നു. നാടകത്തിൽ നിന്നും സിനിമയിൽ വന്നപ്പോൾ സത്യമാഷ്, നസീർ സാറ്, ഷീല, ശാരദ മുതലായവരോടൊപ്പം പ്രാധാന്യമുള്ള വേഷങ്ങൾ തുടരെ അഭിനയിച്ചു. നനച്ചിരിക്കാത്ത ഒരു സന്ദർഭത്തിൽ നാടകത്തിലെയും സിനിമയിലെയും അഭിനയം സാറങ്ങ് നിർത്തി. പിന്നീട് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം സിനിമാ സംവിധായകനായി മാറി. പുറപ്പാടിൻ്റെ ചിത്രീകരണത്തിനിടയിൽ എന്തുകൊണ്ട് അഭിനയരംഗം സാർ ഉപേക്ഷിച്ചു എന്ന് ഞാൻ തിരക്കി. കുറച്ചപ്പുറത്തിരുന്ന ഒരു അമ്മ നടിയെ അർത്ഥഗർഭമായെന്ന് സാർ നോക്കി. കുറച്ചപ്പുറത്തിരിപ്പുണ്ട് ഒരു അമ്മ നടി, അർത്ഥഗർഭമായ. സാറിൻ്റെ ഒരു മനോഹരമായൊരു ചിരിയുണ്ട്. അങ്ങനെ ചിരിച്ചോണ്ട് അവരെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ദിനേശേ, ചിലരോടുള്ള പ്രതിഷേധമായിരുന്നു ഒരു കാരണം. പിന്നെ മുഖത്ത് ചായമിട്ട് പല പല വേഷങ്ങൾ ചെയ്ത് നമ്മുടെ സത്വം, വ്യക്തിത്വം, ക്യാരക്ടർ നഷ്ടപ്പെടും. നമ്മൾ കഥാപാത്രങ്ങളെപ്പോലെ പെരുമാറും. മനസ്സ് വൃത്തികെട്ടതാകും. അല്ലെങ്കിൽ തന്നെ നാടകത്തിലും സിനിമയിലും ഈ അഭിനേതാക്കൾക്ക് എന്ത് കാര്യം ദിനേശേ? വഴിയൊരു സർക്കസുകാരൻ കൊണ്ടു നടക്കുന്ന കുരങ്ങൻ്റെ റോളല്ലേ ഉള്ളൂ ഈ അഭിനയിക്കുന്നവർക്ക്. ഞാനപ്പോൾ ആ അമ്മ നടി ആ ചേച്ചിയെ നോക്കി. ചേച്ചി വാ നിറച്ച് മുറുക്കാനിട്ടിരിക്കുക. ചേച്ചി എന്നെ ഇങ്ങനെ ചിരിച്ചു.
ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ചാടുക, ഇരിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, കരയടാ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ കരയുക, ചിരിയടാ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. എന്താണ് സംവിധായകൻ ആജ്ഞാപിക്കുമോ അത് ചെയ്യണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണ്. ശ്രദ്ധിച്ച് കേട്ടിരുന്ന ആ അമ്മ നടി എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. ജെ.സി. സാറ് പറഞ്ഞ 2 കാഴ്ചപ്പാടുകളും ശരിയാണെന്ന് അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചു. പല പല കഥാപാത്രങ്ങൾ ചെയ്ത് സ്വന്തം സത്വം നഷ്ടപ്പെടാം. കഥാപാത്രവും സ്വന്തം ജീവിതവുമായുള്ള അതിർവരമ്പ് നഷ്ടപ്പെട്ടു പോകാം. എനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന ബോധമില്ലാത്ത പോലെ ഒരു പുരുഷ ശബ്ദവും തനിക്ക് ഭർത്താവും മക്കളും ഉണ്ടെന്ന കാര്യം തന്നെ മറന്ന് മൈക്കിനു മുന്നിൽ കാമുകനോട് പറഞ്ഞ ഡയലോഗൊക്കെ പറയുന്ന പെൺശബ്ദവും, കാമുകന് ശബ്ദം കൊടുക്കാൻ നിന്ന മനുഷ്യനോടാണ് ഞാൻ പറയുന്നതെന്ന് വിശ്വസിച്ച് വിവാഹിതരായ മലയാളത്തിലെ ചില ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം. കഥാപാത്രവും ജീവിതവുമായിട്ട് ആ അതിർവരമ്പ് തെറ്റിപ്പോയതുകൊണ്ടാണ്. ഇപ്പോൾ ശങ്കറിന് ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്ന പുരുഷനും മേനയ്ക്ക് ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയും കൂടി ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രേമിക്കുന്ന, പ്രണയിക്കുന്ന, പ്രണയവിരഹത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എവിടെയോ വെച്ച് ഇവർ തമ്മിൽ മനസ്സുകൊണ്ട് അടുക്കും. അങ്ങനെ എനിക്ക് ഭാര്യയുണ്ടെന്നും അവൾക്ക് ഭർത്താവുണ്ടെന്നുള്ള ഓർമ്മയില്ലാതെ വിവാഹിതരായി ആ വിവാഹം ദയനീയ പരാജയമായ ഒരുപാട് കഥകൾ എനിക്കറിയാം. അതുപോലെ തന്നെ വളരെ കടുപ്പത്തിൽ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ്, തെറ്റും ശരിയും നമ്മളിൽ ആര് ചെയ്തതാണെന്നുള്ള പോസ്റ്റ്മോർട്ടത്തിന് ഞാനില്ല. എപ്പോഴോ എങ്ങനെയോ മനസ്സ് ചാഞ്ചല്യപ്പെട്ടപ്പോൾ 3 പിള്ളേർക്ക് ജന്മം നൽകി. അതിന് ഞാൻ മാത്രമല്ല ഉത്തരവാദി. തുല്യ പങ്കാളിത്തം നിങ്ങൾക്കുമുണ്ട്. കാറ്റും കോളുമുള്ള സമയത്ത് തോണി ഇറക്കരുതെന്ന് വിവരമുള്ളവർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ തോണി ഇറക്കി. ലക്ഷ്യത്തിലെത്തുമെന്ന് കരുതിയ ഞാൻ പമ്പര വിഡ്ഢിയായി. കൈകാലിട്ടടിച്ച് തളർന്നതല്ലാതെ ലക്ഷ്യത്തിലെത്തിയില്ല. മതി, ഇവിടെ നിർത്താം. എൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാകാമെങ്കിൽ തിരികെ വിളിക്കാം. ഞാൻ ഗേറ്റിൻ്റെ പടിക്കെട്ടിൽ നിന്നിട്ട് 10 വരെ എണ്ണും. അതിനിടയിൽ തിരികെ വിളിച്ചില്ലേൽ അവിടെ തീരും എല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഡയലോഗാണ്. നാടകത്തിൽ, സിനിമയിലൊക്കെ ഓക്കെ. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. എന്നെ നിനക്ക് വേണമെങ്കിൽ ഞാൻ 10 വരെ ആ ഗേറ്റിൻ്റെ മുമ്പ് നിന്ന് എണ്ണും. അതിനിടയിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ ഞാൻ വരും, അല്ലെങ്കിൽ ഞാൻ പോകുമെന്നൊക്കെ നാടകത്തിൽ പറഞ്ഞാൽ കൊള്ളാം, സിനിമയിലായാലും കൊള്ളാം. ഒന്നാമത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നല്ലേ എണ്ണണേ. 1 മുതൽ 10 വരെ എണ്ണിയോ എന്ന് പുറകെ നിൽക്കുന്ന ഭാര്യ എങ്ങനെ അറിയാൻ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാമോ? ഏത് നാടകത്തിലെ ഡയലോഗ് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്? നാടകത്തിലല്ല, ജീവിതത്തിലെ ഒരു ഡയലോഗായിരുന്നത്. അഭിനയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പ് അറിയാതെ പോയ ഒരു ഹതഭാഗ്യനായ നടൻ്റെ ഭാര്യയോടുള്ള വിടപറയൽ ഡയലോഗായിരുന്നു ഇത്. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഭാര്യയോട് പറയുമോ? ഒരിക്കലും പറയില്ല. പെട്ടിയുമെടുത്ത് നടനിറങ്ങി ഗേറ്റിന് മുന്നിലെ പടിയിൽ നിന്ന് 1 മുതൽ പറഞ്ഞു, 10 എത്തി. ഭാര്യ വിളിച്ചില്ല, ഭർത്താവ് നടന്നു മറഞ്ഞു. പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഭർത്താവ് എണ്ണാൻ തുടങ്ങിയോ എന്ന്, അല്ലെങ്കിൽ 5 വരെ എത്തിയോ 6 വരെ എത്തിയോ എന്ന് അവർക്കറിയില്ലല്ലോ. പാവം ഭാര്യ അതറിഞ്ഞില്ല. എന്നോട് ഇക്കാര്യം ഈ ഹതഭാഗ്യനായ നടൻ തന്നെയാണ് പറഞ്ഞത്. ജീവിതത്തിൻ്റെയും അഭിനയത്തിൻ്റെയും അതിർവരമ്പ് തിരിച്ചറിയാതെ പോകുന്നതിൽ പറ്റുന്ന നാടകീയതയാണ് ഇതൊക്കെ. ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ പറയാമോ ദിനേശ് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, പെട്ടെന്ന് ഞാനൊരാളെ പറയാൻ പറഞ്ഞാൽ ഞാൻ പഴയ ചോക്ലേറ്റ് നായകൻ ശങ്കറിൻ്റെ പേര് പറയും. ജീവിതത്തിൽ മുഴുവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ശങ്കർ. ഇപ്പോഴും ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പ്രേം കിഷോറാണെന്ന് വിശ്വസിക്കുന്ന, പ്രേം കിഷനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ശങ്കർ. വേറൊരുവൻ്റെ ഭാര്യയായ പ്രഭാ നരേന്ദ്രനൊരു ജീവിതം കൊടുക്കാൻ റെഡിയായി. അതിനുവേണ്ടി എന്തു സാഹസത്തിനും മുതിരുന്ന, അങ്ങനെ നടക്കുന്ന പ്രേം കിഷനിൽ നിന്നും 45 വർഷം കഴിഞ്ഞിട്ടും ശങ്കർ മോചിതനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇറങ്ങിയിട്ട്
ഈ വരുന്ന ഡിസംബർ 25 45 വർഷവും. കൂടെ അഭിനയിച്ച പൂർണിമ ജയറാം, പൂർണിമ ഭാഗ്യരാജ് ആയതോ വലിയൊരു പയ്യൻ്റെ അമ്മയായതോ ശങ്കർ ഓർക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ തെമ്മാടിയായ നരേന്ദ്രനിൽ നിന്ന് മോഹൻലാൽ എന്ന പുതുമുഖം 45 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യൻ സിനിമാക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ അടക്കം, അല്ലെങ്കിൽ ആ പതക്കമടക്കം വാങ്ങിയിരിക്കുന്നു. ഡോക്ടറേറ്റുകളും കേണൽ പദവിയും പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ വാങ്ങി. മലയാള സിനിമയിൽ മറ്റൊരു നടനും എത്തിപ്പിടിക്കാനാവാത്തത്ര ഉയരത്തിലും ജനപ്രീതിയിലും വിലസുന്നു മോഹൻലാൽ. അപ്പോഴും മീശമേൽ വിരലരച്ച് പ്രഭേ എന്ന സ്ത്രൈണ ശബ്ദത്തിൽ വിളിച്ച ആ ഇടത്ത് തന്നെ, ആ പോയിന്റിൽ തന്നെ ശങ്കർ നിൽക്കുന്നു. തലമുടി കുറച്ച് പൊഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഈ 45-ാമത്തെ വർഷത്തിൽ പ്രേം കൃഷ്ണനായി തന്നെ നമുക്ക് ശങ്കറിനെ കാണാനാകും. ബോൺസായി ചെടികളെ പോലെ അന്ന് കണ്ടതുപോലെ ഇന്നും നിൽക്കുന്നു. ഒരു വളർച്ചയില്ല. വളർച്ച മുരടിച്ച ഒരു നടനെ പറഞ്ഞാലും ഞാൻ ശങ്കറിൻ്റെ പേരെ പറയും. ആകെ ചെയ്ത ഒരു കാര്യം 3 വിവാഹം എന്തോ കഴിച്ചു. ഏതൊക്കെയോ തല്ലുപൊളി സിനിമകൾ സംവിധാനം ചെയ്തു. ഒരു ദിവസം അര ദിവസമൊക്കെ ഓടിയ ഏതൊക്കെ സിനിമകൾ. ഒരു നടനെന്ന നിലയിൽ പ്രേം കൃഷ്ണന് അപ്പുറം 1 ഇഞ്ച് ശങ്കർ ഉയർന്നിട്ടില്ല. മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചുമ്മാ ചോക്ലേറ്റ് നടന്മാരുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര്. അതിപ്പോൾ ടി കെ ബാലചന്ദ്രനായാലും പ്രേം നവാസ് ആയാലും സുധീർ ആയാലും ജോസ് ആയാലും റഹ്മാൻ ആയാലും രവികുമാർ ആയാലും കൃഷ്ണേന്ദ്രനായാലും ഷഫീഖ് ആയാലും ഇങ്ങനെ കുറേ പേര് ഈ കാറ്റഗറിയിൽ, ഈ ചോക്ലേറ്റ് നായകന്മാരുടെ കാറ്റഗറിയിലുണ്ടായിരുന്നു. പാടാനും ഡാൻസ് കളിക്കാനും പ്രേമിക്കാനും മാത്രം ജന്മമെടുത്തവർ. ഇവരിലെ റഹ്മാൻ മാത്രം ചില സന്ദർഭങ്ങളിൽ ആ ഇമേജിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. ആ ജനിസിൽ ശങ്കർ വന്നിടത്ത് തന്നെ നിൽക്കുന്നവനായത് ഇക്കാരണത്താലാണ്. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ പോരല്ലോ, മുഖത്തെന്തെങ്കിലുമൊക്കെ വരണ്ടേ. അതൊട്ടുമില്ലാത്ത നടന്മാരിൽ ഒരാളാണ് ശങ്കർ എന്ന് ഞാൻ പറയും. എനിക്ക് അയാളോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. മോഹൻലാൽ ചുമ്മാ തല്ലുകൊള്ളി വേഷങ്ങൾ ചെയ്യുമ്പോൾ നായകനായി വിലസിയ ശങ്കർ വീണുപോയത് ഈ പറഞ്ഞ ഡാൽഡ വേഷങ്ങൾ കൊണ്ടാണ് എന്ന് ഞാൻ പറയും. കാമ്പുള്ളതല്ല ഒന്നും. ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. വേണു നാഗവള്ളി ആദ്യമായി സംവിധായകനായ സുഗമോ ദേവി എന്ന് പറഞ്ഞ ചിത്രം കാണാത്ത മലയാളി ഉണ്ടാവില്ല. ഈ ചിത്രം നന്ദൻ്റെയും ദേവിയുടെയും പ്രണയകഥയാണ്. നന്ദൻ ശങ്കറും ദേവി വന്നിട്ട് ഉർവശിയുമാണല്ലോ. അടിച്ചു പൊളിച്ച് നടക്കുന്ന സണ്ണി നന്ദൻ്റെ സുഹൃത്ത് മാത്രമാണ്. അവൻ താര എന്ന് പറഞ്ഞ കൂട്ടുകാരിയുമായിട്ട് ബൈക്കിൽ സുഖിച്ച് പാഞ്ഞ് നടക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. കൂടെ വിനോദ് എന്ന് പറഞ്ഞൊരു കൂതറ സഹപാഠിയോടൊപ്പം കുസൃതികൾ ഒപ്പിക്കുന്ന സണ്ണി. ഒടുവിൽ അദ്ദേഹം ഒരു ദുരന്ത നായകനായി മാറി. ഈ വിനോദ് നിങ്ങൾക്കറിയാമല്ലോ, ജഗദീഷ് ശിവകുമാറാണ്. സുഗമോ ദേവി ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവർ ആരെ മറന്നാലും സണ്ണിയെ മറക്കാൻ വഴിയില്ല. മോഹൻലാൽ നായകനെ വിസ്മൃതിയിലാക്കി കയ്യടി വാങ്ങിപ്പോയ സിനിമയായി സുഗമോ ദേവി. ശരിയല്ലേ? ഇപ്പോൾ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെ നന്ദൻ്റെ വേഷം മോഹൻലാലിന് കൊടുത്താലും ഈ പറയുന്ന സണ്ണിയുടെ വേഷം ശങ്കറിന് കൊടുത്താൽ ആ സണ്ണിയുടെ വേഷം ദയനീയ പരാജയമായിരിക്കും. ശങ്കർ എന്ന അഭിനേതാവിൻ്റെ പതനത്തിന് സുഗമോ ദേവിക്കപ്പുറം ഒരു ഉദാഹരണം വേണ്ട എന്നാണ് ഞാൻ കാണാറ്. എന്നാൽ ശങ്കറിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ശങ്കരൻ എൻ്റെ ഒരു സ്റ്റോറി ചെയ്യൂ, ശങ്കരേട്ടൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യൂ എന്ന് എന്നോട് പറയാത്തവരില്ല. ശങ്കറിനെ പറ്റി ഒന്നും പറയണ്ട എന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ. ശങ്കർ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ നൈർമല്യവും ശരാശരി ഒരു പാവത്താനും ആയിരിക്കും എന്ന് ധരിച്ച ഇൻ്റർനാഷണൽ മടയനാണ് ഞാനെന്ന് ഒളിച്ചു വയ്ക്കുന്നില്ല. ഞാനങ്ങനെ കരുതിയാണ്. ഞാൻ വേണുചേട്ടനെ കണ്ടതുപോലെ ഞാൻ വേണുചേട്ടന് കത്തെഴുതിയപ്പോൾ അതിലെഴുതിയല്ലോ, നിങ്ങൾ ഉൾക്കടലിലെ രാഹുലാണെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ ഒരു കത്തെഴുതിയ മുമ്പ് ഒരു കഥയും പറഞ്ഞല്ലോ. അതുപോലെയാണ് ശങ്കരനെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഗ്രാമത്തിൻ്റെ നൈർമല്യമൊക്കെ ഉള്ള ഒരു ശരാശരി ഒരു പാവത്താനായ ചെറുപ്പക്കാരൻ എന്നാണ് കരുതിയത്. പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു മടയനായിരുന്നു എന്ന്.
ചിലർ ചെയ്ത് വിജയിപ്പിക്കുന്ന കഥാപാത്രം പോലെയായിരിക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലുമെന്ന് നമ്മൾ വിശ്വസിക്കും. റിസൾട്ട് പക്ഷേ നേരെ വിപരീതമായിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ അനുഭവത്തിൽ ശങ്കർ പണിക്കർ. തിരുവനന്തപുരത്ത് സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നു, സിനി പ്രോപ്സ്. ഒരു സുരേഷാണ്, എൻ്റെ അടുത്ത സുഹൃത്തായ സുരേഷാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. മോശമല്ലാത്ത സമ്പന്നമായ ഒരു ജീവിത പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നും കലാകാരനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇദ്ദേഹം, സുരേഷ്. നമ്മുടെ സുരേഷ് ഗോപി താമസിക്കുന്ന ശാസ്ത്രമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീടിൻ്റെ താഴെയാണ് നമ്മുടെ ഈ സിനി പ്രോപ്സ് സുരേഷ് താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് തകരപ്പറമ്പ് റോഡിൽ ഒരു 4 നില ലോഡ്ജ് ഉണ്ടായിരുന്നു. വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോം എന്നായിരുന്നു അതിൻ്റെ പേര്. അച്ഛൻ പണിത വൃന്ദാവൻ നോക്കി നടത്തിയിരുന്നത് മകൻ സുരേഷായിരുന്നു. അവിടെ പല സിനിമാക്കാരും വരാറുണ്ടായിരുന്നു. അവരൊക്കെ സുരേഷുമായി ചങ്ങാത്തം കൂടും. അങ്ങനെയാണ് ആർ ചന്ദ്രുവിൻ്റെ സുരേഷ് ഗോപി പടം കുറ്റപത്രം ഉണ്ടാകുന്നത്. സുരേഷാണ് കുറ്റപത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത്. ഒരു ടൂറിസ്റ്റ് ഹോമൊക്കെ നോക്കി നടത്താനുള്ള ത്രാണി ഇല്ലാഞ്ഞതിനാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൃന്ദാവൻ വിറ്റു. അതിപ്പോൾ പ്രശസ്തമായ ഒരു ബാറാണ്, സന്ധ്യ ബാർ നടക്കുന്നത് ആ ഹോട്ടലിലാണ്. വെറുതെ ഇരിക്കേണ്ട എന്ന ചിന്തയിൽ സുരേഷ് വ്യത്യസ്തമായൊരു സ്ഥാപനം തുടങ്ങി, സിനി പ്രോപ്സ്. ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സീരിയലിൻ്റെ ആവശ്യത്തിന് എന്തും വാടകയ്ക്ക് ലഭിക്കുന്ന സ്ഥാപനം. ഇപ്പോൾ നമ്മൾ എന്ന് പറയാൻ ഒരു പാട്ട് സീൻ എടുക്കാനായിട്ട് ഇത്ര പൊക്കമുള്ള ഒരേ വലിപ്പമുള്ള 25 നിലവിളക്ക് വേണമെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ വേണമെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ 25 നിലവിളക്ക് തന്നിരിക്കും. അന്ന് മാന്നാറിൽ എവിടെയെങ്കിലും പോയി സുരേഷ് 25 വിളക്കങ്ങ് വാങ്ങും. അതുപോലെ ഏത് കാര്യവും നമ്മൾ പറഞ്ഞാൽ, എന്ത് സാധനം പറഞ്ഞാൽ, എത്ര വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം എത്തിക്കും. നമ്മൾ ആറാം തമ്പുരാൻ അടക്കം ഒരുപാട് സിനിമകളിൽ കണ്ട സെറ്റ് പ്രോപ്പർട്ടികളെല്ലാം സിനി പ്രോപ്സിൽ നിന്ന് പോയതാണെന്ന് പറയാം. ചെറിയ നിലയിൽ തുടങ്ങി സാഹചര്യങ്ങളാൽ വലിയ നിലയിലായിപ്പോയ സ്ഥാപനമാണ് സിനി പ്രോപ്സ്. ഇങ്ങനെ വലിയൊരു സ്ഥാപനമാവണമെന്ന് സുരേഷ് വിചാരിച്ചതല്ല. സുരേഷ് സത്യം പറഞ്ഞാൽ ഒരു നല്ല സുഖിയനാണ്. ആ സുഖത്തിൻ്റെ ഒരു മടിയനുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാകണമെന്നൊന്നും വിചാരിച്ച ആളല്ല. മനസ്സിൽ ഒരുപാട് ഐഡിയകൾ കൊണ്ട് കിടക്കുന്ന, തിരക്കഥ എഴുതണം, പാട്ടെഴുതണം, സംവിധാനം ചെയ്യണം എന്നൊക്കെ കൊണ്ട് കിടക്കുന്ന ആളാണ്. അതിനിടയിലാണ് ഈ സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം സുരേഷ് അറിയാതെ തന്നെ വലിയ സ്ഥാപനമായി മാറി. സിറ്റിയിൽ ഒരു വലിയ വീടെടുത്ത് മുറികളിലും മുറ്റത്തും ഒക്കെ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിറച്ച് അതിനകത്ത് സുരേഷിന് ഒരു റൂമും, വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാൽ കിടക്കാൻ മറ്റൊരു റൂമും, നോക്കി നടത്തുന്ന അനിൽ എന്ന യുവാവിനൊരു റൂമും ഒക്കെ ഉള്ള സ്ഥാപനമായിരുന്നു സിനി പ്രോപ്സ്. ഈ മുറികളിലും ഭൂരിഭാഗം സ്ഥലത്ത് സെറ്റ് പ്രോപ്പർട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തിന് കലാസംവിധായകൻ ബോബൻ നല്ല പ്രേരണ നൽകിയെന്ന് പറയാം. കാരണം ബോബൻ ആദ്യമായി കലാസംവിധായകനായത് ചന്ദ്രുവിൻ്റെ അല്ലെങ്കിൽ സുരേഷ് സ്ക്രിപ്റ്റ് എഴുതിയ കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. ഞാനായിരുന്നല്ലോ അതിലൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ. അവിടെ തുടങ്ങിയ സൗഹൃദമാണ് സുരേഷുമായിട്ട് എനിക്കുള്ളത്. അതുപോലെ തന്നെ സിനി പ്രോപ്സുമായിട്ട്. എങ്ങും പോകാനിടമില്ലാത്ത, കടക്കാരെ പിടിച്ച് വീട്ടിൽ നിൽക്കാനാവാത്ത, ഒരു രാത്രി തങ്ങാൻ റൂം വാടക കൊടുക്കാനില്ലാത്ത സിനിമാക്കാരുടെയൊക്കെ വാസസ്ഥലമായിരുന്നു സിനി പ്രോപ്സ്. ഇന്ന് കോടീശ്വരന്മാരായ പലരെയും സിനി പ്രോപ്സിൽ പൊറുതിയുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് മുറിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് കിടക്കാൻ മാത്രമല്ല, ചെല്ലും ചെലവും സമയാസമയങ്ങളിൽ ആഹാരം, തേയില വെള്ളം എല്ലാം സുരേഷ് നൽകുമായിരുന്നു. അതിലൊരാളായാണ് ശങ്കറിനെ ഞാൻ ആദ്യമായി കാണുന്നത്. KG ജോർജിൻ്റെ ശിഷ്യനായിരുന്ന ഋഷികേശിനെയൊക്കെ എന്താ പറയുക, ഇവിടുത്തെ ശിഷ്യനായാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അകത്തെ കിടപ്പുമുറിയിൽ എപ്പോഴും അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ശങ്കർ. വല്ലപ്പോഴും പുറത്ത് വരും, അടുക്കളയിൽ കയറും, എന്താ പറയുക, ബ്ലാക്ക് ടീ ഉണ്ടാക്കി കുടിക്കുകയോ എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഉണ്ടാക്കി ഗ്ലാസ്സിലൊഴിച്ച് നമ്മുടെ മുന്നിലൂടെ ഞാൻ ആക്കിയിട്ട് നടന്നു പോകും. ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യില്ല. സുരേഷും ബോബനും ചന്ദ്രുവും ഞാനുമൊക്കെ സിനിമാ ബന്ധം പറഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വന്ന് കേൾവിക്കാരനായിട്ട് ഇരിക്കും. ആരോടും അധികം വർത്തമാനമില്ല, ഒരു മസിൽ പിടുത്തം. ഇങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾക്ക് വഴിമാറി. അപ്പോൾ ഒരു വാർത്ത വരുന്നു. ഈ പറഞ്ഞ ശങ്കറിൻ്റെ ശിഷ്യനായി അവിടെ വന്ന് കൂടിയ ഋഷികേശ് എന്ന് പറഞ്ഞ KG ജോർജിൻ്റെയും കൊച്ചിൻ്റെയും അസിസ്റ്റൻ്റായിരുന്ന ഋഷികേശ്
സ്വതന്ത്ര സംവിധായകനാകുന്നു. ശങ്കറും ഈ സിനിപ്രോപ്സിൻ്റെ സുരേഷും കോട്ടയത്തുള്ള ഒരു മോഹനും ചേർന്ന്, അദ്ദേഹം അവിടെ കോട്ടയത്ത് വിതരണ കമ്പനിയൊക്കെ നടത്തുന്ന ആളാണ്, അദ്ദേഹം കൂടെ ചേർന്നാണ് ഋഷികേശിൻ്റെ ഈ സിനിമ നിർമ്മിക്കുന്നത്. സുരേഷിൻ്റെ തിരക്കഥയും ഗാനങ്ങളും, നമ്മുടെ സംഗീത സംവിധായകൻ ശരത്തിൻ്റെ സംഗീതം. 27 വർഷം മുമ്പാണ് ഈ സിനിമയ്ക്ക് തുടക്കം എന്ന് പ്രത്യേകം ഓർക്കണം. 27 വർഷമായി. സൂര്യവനം എന്നായിരുന്നു പടത്തിൻ്റെ പേര്. കഥാചർച്ച, തിരക്കഥ എഴുത്ത്, ആർട്ടിസ്റ്റുകളെ നിശ്ചയിക്കൽ തുടങ്ങി സിനിപ്രോപ്സിൽ തിരക്കോട് തിരക്കായിരുന്നു. എല്ലാത്തിനും ശങ്കറിൻ്റെ മേൽനോട്ടം. ഒരു ഗുഡ് നൈറ്റ് മോഹൻ്റെ സ്റ്റൈലിലായിരുന്നു അപ്പോൾ ശങ്കർ നടന്നിരുന്നത്. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു ജാടയിൽ. ഇടയ്ക്കിടെ ഞാൻ സിനിപ്രോപ്സിൽ ചെല്ലും. സുരേഷുമായിട്ടും ബോബനുമായിട്ടും ഒക്കെ സംസാരിച്ചിരിക്കും. ഇടയ്ക്ക് ഋഷികേശ് വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടങ്ങ് പോകും. ചില കഥാപാത്രങ്ങളുടെ സ്വഭാവം പറയും. ആരായാലും നന്നാവും എന്നെന്നോട് ചോദിക്കും. നമ്മുടെ കൊക്കിൽ ഒതുങ്ങണം എന്ന് സുരേഷ് പറയും. ഞാൻ ചില പേരുകൾ പറയും. അതിൽ നിന്ന് ആരെയെങ്കിലും നിശ്ചയിക്കും. ചാലി പാല, സുബൈർ, അബൂ സലീം മുതലായവരെയൊക്കെ എൻ്റെ നിർദ്ദേശത്തിലാണ് ഈ കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വിളിപ്പിച്ചത്. ഒരു നാൾ എൻ്റെ സുഹൃത്തായ സുരേഷ് എന്നോട് തിരക്കി, നമ്മുടെ ഈ പ്രോജക്റ്റിലെ ദിനേശും കൂടി ഉണ്ടാവണം, PRO ആകാൻ പറ്റുമോ? പിന്നെന്ത് ആകാം, ഫിക്സ്. എന്നെ സൂര്യവനത്തിൻ്റെ PRO ആക്കി. അന്ന് മുതൽ സൂര്യവനത്തിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നു തുടങ്ങി. അക്കാലത്ത് വലിയൊരു ഗ്യാപ്പിൽ നിൽക്കുകയാണ് നടൻ ശങ്കർ. ശങ്കറിനെ പറ്റി തുടരെ പല വാരികളിലായി വാർത്തകൾ നൽകി ഞാൻ. നന്ദിയില്ലെങ്കിലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാ വാരികളിലും എഴുതിയതിൻ്റെ ഒരു സ്നേഹപ്രകടനം പോലും ഞാൻ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അയാൾ വേറൊരു ലോകത്താണ്. സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന് പറയുമ്പോൾ അയാൾ വേറൊരു ലോകത്താണ്. മോഹൻലാൽ വില്ലനായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ നായകൻ ശങ്കറായിരുന്നു എന്ന് ഞാനിനി വീണ്ടും പറയണ്ടല്ലോ. പടം 101 ദിവസം ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ അത് പഴയ കഥയല്ലേ. മോഹൻലാൽ ഇന്ന് എവിടെ നിൽക്കുന്നു, ശങ്കർ എവിടെ നിൽക്കുന്നു? ഈ ബോധം, ഈ യാഥാർത്ഥ്യം ഒന്നും ഉൾക്കൊള്ളാനാകാതെ ഇന്നും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിൽക്കുകയാണ് ശങ്കർ. അതുകൊണ്ടാണ് ഈ സിനിപ്രോപ്സ് വെച്ച് കാണുമ്പോഴൊക്കെ ഭയങ്കര മസിൽ കൊടുത്ത പുള്ളിക്ക്. സൂര്യവനത്തിലെ ഓരോ കാര്യത്തിലും, ഓരോ ആർട്ടിസ്റ്റുകളെ നിശ്ചയിക്കുന്നതിലും എന്ന് വേണ്ട എല്ലാത്തിലും ശങ്കർ കയറി കൈകടത്തി. നിസ്സഹായനായി ഋഷികേശ് നിൽക്കും. ശങ്കരണ്ണ എന്നാണ് അവൻ വിളിക്കുന്നത്. ശങ്കരണ്ണ എന്ന് വിളിച്ച് വിധേയനായി ഒരു പാവമായിരുന്നു ഋഷികേശ്. ഒരുപാട് കഥകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പാവത്താനാണ് ഋഷികേശ്. ഒരുപാട് വ്യത്യസ്തമായ കഥകൾ ഋഷികേശിൻ്റെ കയ്യിലുണ്ട്. KG ജോർജിനൊപ്പവും കൊച്ചിൻ അനീഫയോടൊപ്പവും എല്ലാം വർക്ക് ചെയ്തിരുന്ന പഴയ കഥകൾ പറഞ്ഞ് എന്നോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് മുറുക്കും. ഒരു സന്യാസി ആകേണ്ടിയിരുന്നയാളാണ് ഋഷികേശ് എന്ന് തോന്നും കണ്ടാൽ. ഒരു സന്യാസി ലുക്കാണ് മൊത്തത്തിൽ. സിനിമാ ദുശ്ശീലങ്ങളാണെങ്കിൽ ഒന്നുമില്ല. പുകവലി, മദ്യപാനം, അങ്ങനത്തെ ഒരു കാര്യമില്ല. വ്യഭിചാരം ഒന്നുമില്ല. സിനിപ്രോപ്സ് സുരേഷിൻ്റെ അന്തേവാസിയായി ഒരുവൻ അന്ന് അവിടെ ഉണ്ട്. ടിപ്പിക്കൽ സിനിമാക്കാരനാണ്. രാവിലെ മൂകാംബിയുടെ വട്ടപ്പൊട്ടൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങും. അതും അവിടെ തന്നെ, അതിനകത്ത് തന്നെയാണ് പുറത്ത്. ശങ്കറിനെ പോലെ തന്നെ എല്ലാത്തിലും കയറി, ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും കയറി തലയിട്ട്. കക്ഷിയാണ് സൂര്യവനത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. സുരേഷ് വെച്ചതാണ്. സിനിമ തുടങ്ങാറായപ്പോൾ പണി നന്നായി മേസ്രി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ കണക്ക് അസോസിയേറ്റ് തെറിച്ചു. പകരം ആര് എന്നുള്ള ചർച്ച അവിടെ വന്നു. സുരേഷ് സൗഹൃദപൂർവ്വം എന്നോട് ചോദിച്ചു, ദിനേശേ, ഈ പണി കൂടി ഏറ്റെടുത്തൂടെ? പിന്നെന്ത്, ഏറ്റെടുക്കാം, സുരേഷിൻ്റെ പടമല്ലേ. അങ്ങനെ PRO പ്ലസ് സഹസംവിധായകനായി മാറി ഞാൻ, അസോസിയേറ്റ് ഡയറക്ടർ. ഒരിക്കലും നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള സബ്ജക്റ്റ് അല്ല. അടി, ഇടി, തുണി കൊടുക്കാത്ത ഡാൻസുകൾ, വളിച്ച കോമഡികളെല്ലാമുള്ള ഒരു 10-20 വർഷം മുമ്പ്, അതായത് സൂര്യവനം എടുക്കുന്നതിന് ഒരു 20 വർഷം മുമ്പ് ക്രോസ് വെൽറ്റ് മണി സാറും AB രാജ് സാറും ഒക്കെ ചവച്ച് തുപ്പിയ പോലത്തെ ഒരു സബ്ജക്റ്റാണ്. ഋഷികേശിൻ്റെ സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഋഷികേശിൻ്റെ ആയിരിക്കില്ല, ശങ്കറിൻ്റെ ആയിരിക്കും. കാരണം അതിൽ കഥയിലെല്ലാം കയറി, തിരക്കഥയിലും എല്ലാം കയറി അയാൾ വരവുമായിരുന്നു. നമുക്കെന്ത്, നടക്കട്ടെ, പണം വരട്ടെ, അല്ലെങ്കിൽ പണം അവർക്കും വരട്ടെ, എനിക്ക് പണവും വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പൊന്മുടിയാണ് ലൊക്കേഷൻ. ഷൂട്ടിംഗ് ക്രൂ വിതുരയിൽ രോഹിണി വിജയൻ എന്നുള്ള ആളുണ്ട് വിതുരയിൽ.
രോഹിണി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു താമസം. എത്ര കാലം അന്നം തന്ന ഹോട്ടലെന്നറിയാം. ശങ്കറും എന്തിനും തയ്യാറാവുന്ന ഒരു 6 കൂതറ തമിഴത്തി പെമ്പിളരും പൊന്മുടിയിലാണ് വാസം. ഈ 6 എണ്ണമാണ്, 6 എണ്ണത്തിൽ 5 എണ്ണമാണ് നായികമാർ. ക്യാപ്റ്റൻ രാജു, മധുപാല്, ഋഷബാബ, അബു സലീം, ചാലിപ്പാല, ജഗദീഷ്, വെട്ടൂർ പുരുഷൻ, ശിവജി, മച്ചാൻ വർഗീസ്, അനിൽ മുരളി, സലിം കുമാർ തുടങ്ങി കുറേ നടന്മാരുമുണ്ട്. ഈ പറഞ്ഞ 6 എണ്ണം രൂപിക, അഹാന, നിഖില, ഡയാന, ഭുവനശ്രീ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കോടമ്പക്ക നടികളാണ് നായികമാർ. എന്തൊരു ജാടയെന്നറിയാം. തുണി കൊടുത്തൊന്നും അഭിനയിക്കില്ല, എന്ത് പറഞ്ഞാലും അഴിച്ചിട്ട് അഭിനയിക്കും. പക്ഷേ ജാട കണ്ട ഐശ്വര്യ റായിയുടെ അമ്മയാണെന്ന് തോന്നും. ക്യാമറ ടോണി എന്ന് പറഞ്ഞ ആളായിരുന്നു. SMS കമ്പൈൻസ് എന്നായിരുന്നു ബാനർ. ആദ്യത്തെ S ശങ്കർ, രണ്ടാമത്തെ M മോഹനൻ, മൂന്നാമത്തെ S സുരേഷ്. SMS കമ്പൈൻസ്. ഷൂട്ടിംഗ് തുടങ്ങി 2-ാം ദിവസം എനിക്ക് ഈ സിനിമയോട് പരുവൊക്കെ എടുത്ത് തോന്നി തുടങ്ങി. ശങ്കർ, ക്യാപ്റ്റൻ രാജു, അബു സലീം, മധുപാൽ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ കാട്ടിലാരെയോ പിടിക്കാനായിട്ട് വരുന്ന സീനുകളാണ് ഇതിലധികം ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത ഊഴം മുതൽ അവസാനം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് വരെ നിങ്ങൾ ഏത് സീനിനെ പറ്റി ചോദിച്ചാലും എൻ്റെ മനസ്സിലുണ്ട്. ഓരോ സീനും എനിക്ക് മാറ്റി മാറ്റി പറയാൻ കഴിയും. എന്നാൽ സൂര്യവനം എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു സംഭവവും എൻ്റെ മനസ്സിലില്ല, മാഞ്ഞുപോയി. കാരണം ഞാൻ അത്രയ്ക്കും എഴുത്തള്ളിയൊരു പടമായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ അറിയാൻ പറ്റും. ശങ്കറടക്കം 4 പേരെ നിർത്തി ഞാൻ ഓരോരുത്തരുടെയും സീനിലെ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ശങ്കർ ശ്രദ്ധിച്ച് നിൽക്കും. അന്വേഷണ തലവനായ ക്യാപ്റ്റന് കയ്യടി കിട്ടുന്ന ഒരു സീനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ ശങ്കർ ഉടനെ ഈ കേട്ടോണ്ട് നിൽക്കുന്ന ശങ്കർ ഇങ്ങനെ മുഴപ്പിച്ച് ഋഷികേശിനെ നോക്കും. നോക്കിയിട്ട് കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടത്തിൽ ജഗതി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, വാസുട്ടൻ അമ്മാവനായ ബഹുദൂറിനെ നോക്കുമ്പോൾ ഇങ്ങനെ ഋഷികേശിനെ തന്നെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് മാറും. ഋഷികേശിനെ പിടിച്ച് വരട്ടും. ഈ ഡയലോഗ് നായകനായ ഞാനാണ് പറയേണ്ടത്. ഋഷികേശ് വന്ന് നേരെ എൻ്റെ കൂടെ പറയും, അതെ ശങ്കരണ്ണൻ പറയുന്നു, ആ ഡയലോഗ് ക്യാപ്റ്റൻ പറയണ്ട, ശങ്കരണ്ണൻ പറയുമെന്നാണ് പറഞ്ഞത്. പുള്ളി ചൂടാവുന്നു. ആ ക്യാപ്റ്റൻ്റെ ഡയലോഗ് ശങ്കരണ്ണൻ പറയട്ടെ. ഞാനിവിടെ തന്നെ ഒന്നും പറയില്ല, വെട്ടി മാറ്റി എഴുതും. എന്നാൽ ക്യാപ്റ്റൻ രാജുവിന് യാതൊരു തർക്കവുമില്ല, പാവം. വീണ്ടും സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോഴാണ് അബു സലീമിന് ഒരു പഞ്ച് ഡയലോഗുണ്ട്. വീണ്ടും ശങ്കർ ഋഷികേശിനിങ്ങനെ നോക്കും, ഇങ്ങനെ ആക്കും. ഞാനിത് സത്യസന്ധമായി പറയുകയാണ്, ഒരു കള്ളുമല്ല. പാവം ഋഷി ശങ്കറിൻ്റെ പുറകെ ചെല്ലും. ഒരു വള്ളം തെറി ഋഷിയെ വിളിക്കും. ആ ഡയലോഗ് ഞാൻ പറയണം. ഋഷി മടങ്ങി വരും. ആ ഡയലോഗ് ശങ്കരണ്ണം പറയും. ഞാൻ വെട്ടും, ശങ്കരനാക്കും. സത്യം പറയുകയാണ്, ഒരു സീനിലും ആർക്കും ഡയലോഗില്ല, എല്ലാം ശങ്കറിന് പറയണം. മുൻപൊരു അറ്റാക്കിൽ ഈ 3 പേരുടെയും വോക്കൽ കോഡ് തകർന്നു പോയി, ആക്ഷൻ മാത്രമേ ഉള്ളൂ, വർത്തമാനമില്ല എന്ന് ശങ്കറിനെ കൊണ്ട് പറയിക്കുന്നതായി ഞാൻ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ ചിത്രത്തിലെ ആ സീനുകളിലെല്ലാം ക്യാപ്റ്റൻ രാജുവിനും അബു സലീമിനും മധുപാലിനും വോക്കൽ കോഡ് തകർന്ന് വേറൊരു അറ്റാക്കിൽ ആരോ വില്ലന്മാരെ അടിച്ചു പൊട്ടിച്ചത്. അതുകൊണ്ട് അവർക്ക് 3 പേർക്കും വർത്തമാനമില്ല. എല്ലാം അതിലുള്ള ഒരാളായ ശങ്കർ മാത്രമേ പറയൂ എന്ന് നമുക്ക് സ്ക്രിപ്റ്റിലൊരു ഡയലോഗ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ആക്കാമെന്ന് ഞാൻ ഋഷിയോട് പറയേണ്ടി വന്നു, എൻ്റെ രോഷം കൊണ്ട്. ഫൈറ്റ് എടുക്കുമ്പോഴും ഇത് തന്നെ ഗതി. ക്യാപ്റ്റനോ അബു സലീമോ നല്ലൊരു പഞ്ചിട്ടാൽ ശങ്കരനെ വിളിക്കും. എന്ത് പറയാനേ, ശങ്കർ എന്ന് മാസ്റ്ററെ പറയും, ആ പഞ്ച് ശങ്കരണ്ണൻ ചെയ്യും. ശങ്കരണ്ണനെ കൊണ്ട് ചെയ്യിക്കും. ശങ്കരണ്ണനാണെങ്കിൽ എഴിക്കാൻ 3 ഡൂപ്പ് വേണം, മനസ്സിലായില്ലേ? ക്യാപ്റ്റനും അബു സലീമും എന്ന് പറഞ്ഞാൽ പറന്ന് നിൽക്കും. പക്ഷേ എണീക്കാൻ 3 ഡൂപ്പ് വേണ്ട. ശങ്കർ പറയും, അത് ഞാൻ ചെയ്തോളാം. സഹികെട്ട് ശങ്കറിനോട് കുറേശ്ശെ ഋഷികേശ് തറുതല പറയാൻ തുടങ്ങി. ഒരിക്കലും ശങ്കർ അത് പ്രതീക്ഷിച്ചതല്ല. എൻ്റെ അടിമയെ പോലെ കിടക്കുന്ന, ഞാൻ കൊടുത്ത ഔദാര്യത്തിൽ സംവിധായകനായവൻ എന്നെ എതിർത്തൊന്നും പറയില്ല എന്നാണ് വിചാരിച്ചത്. അളമുട്ടിയാൽ ചേരിയും കടിക്കുമല്ലോ. ചെറുതായിട്ടൊക്കെ അങ്ങനെയല്ല ശങ്കരണ്ണ, അത് ക്യാപ്റ്റൻ തന്നെ പറയട്ടെ എന്നൊക്കെ പതുക്കെ ഋഷി പറയാൻ തുടങ്ങി. ഇതിനിടയിൽ
ഋഷികേശ് വേറൊരു ചതിയുടെ ചിതറഞ്ഞു. പൊറുതി എൻ്റെ റൂമിലേക്ക് മാറ്റി. സംവിധായകൻ ഒറ്റയ്ക്ക് റൂമൊന്നും വേണ്ട, ഞാൻ ദിനേശിൻ്റെ കൂടെ കിടന്നുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ആയി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞാൽ വിളിക്കണം. ഒരേ പ്രായക്കാരാണ്. വർക്ക് കഴിഞ്ഞ് വന്നാൽ ഋഷികേശ് അയാളുടെ ദയനീയ അവസ്ഥയിലുള്ള കഥകൾ എന്നോട് പറയും. ക്രമേണ ഞാൻ അയാളുടെ ഒരു രക്ഷകനായി മാറി. ശങ്കർ എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ ഞാനത് തള്ളിക്കളയും. അപ്പോൾ ഋഷി നിശബ്ദനായി കേട്ടോണ്ടിരിക്കുകയുള്ളൂ, അഭിപ്രായം പറയില്ല. ഇതിനിടയിൽ സിനിമയ്ക്ക് സാമ്പത്തിക ഞെരുക്കമായി. പടം ഷെഡ്യൂളായി. 1 വർഷത്തോളം വിതുരയിലെ രോഹിണി ടൂറിസ്റ്റ് ഹോമിൽ കിടന്നു യൂണിറ്റുകാർ മുഴുവൻ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു ഓണത്തിന് ആരുടെയോ അവതാരത്തിൽ കിട്ടിയ കുറച്ച് അരി കൊണ്ട് ചോറുണ്ടാക്കി രസവുമായിട്ടാണ് തിരുവോണത്തിന് ഞാൻ കഴിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഋഷി പറഞ്ഞു, ഞാനിവിടെ കിടക്കാൻ തിരിച്ചു, നിങ്ങൾ വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു, ഒരു ഷൂട്ടിംഗ് ക്രൂ മൊത്തം ഇവിടെ കിടക്കുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ ചെന്ന് സദ്യ ഉണ്ടെന്ന് ശരിയല്ല എന്നുകൊണ്ട് ഞാൻ പോയില്ല. അത് സിന്ധു ഭയങ്കര വിഷമിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഭയങ്കര ഷൂട്ടിംഗ് നടക്കുകയാണ്, ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അവിടെ പട്ടിണി കിടക്കുകയാണ്, മനസ്സിലായില്ലേ? തിരുവോണത്തിന് ചോറും രസവും. അത് ഗുഡ് നൈറ്റ് മോഹൻ്റെ അച്ഛനായ ശങ്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. അയാൾ ഇതൊന്നും അന്വേഷിക്കുന്നേ ഇല്ല. അപ്പോഴും ശങ്കറും 5-6 കുതിരകളും പൊന്മുടിയുടെ തണുപ്പിൽ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ രാപ്പാർക്കുകയാണ്. അവിടുന്ന് ബുക്ക് ചെയ്താൽ വാങ്ങിച്ച് നല്ല ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കാമല്ലോ. ഈ ഇവിടെ താഴെ കിടക്കുന്നവന്മാർ കഞ്ഞി കുടിച്ചോ പട്ടിണി കിടക്കണമെന്നൊന്നും അന്വേഷിക്കണ്ടല്ലോ. ഇയാൾ അന്വേഷിക്കുകയില്ല, വരികയില്ല. കല്ലാറെന്ന് പറഞ്ഞ വിതുരയ്ക്ക് അപ്പുറത്തുള്ള കല്ലാറിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. നമ്മുടെ ഈ ആത്മാർത്ഥത കൂടിപ്പോയ ഒരുത്തനാണല്ലോ. ഇതിനിടയിൽ എപ്പോഴോ പായൽ പിടിച്ച പാറയിൽ നിന്നും 10 അടി താഴ്ചയുള്ള പുഴയിലേക്ക് ഞാൻ വീണു. സ്ക്രിപ്റ്റോടെ താഴെ പോയി നെഞ്ചിടിച്ച്, പാറയിൽ നെഞ്ചിടിച്ച് വെള്ളത്തിൽ പോയി വീണു. നെഞ്ചിലൊക്കെ പാറയിലിടിച്ചതിനാൽ ചതവുണ്ടായി. എന്നെ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ ആ വിവരം പോലും ശങ്കർ അറിഞ്ഞതേയില്ല. കാരണം കക്ഷി പ്രൊഡ്യൂസറല്ലേ, പൊന്മുടിയിലെ തണുപ്പ് കിടക്കയല്ലേ, അയാൾ അറിഞ്ഞതായിട്ട് പോലും കാണിച്ചില്ല. ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു നാൾ ഉച്ചയ്ക്ക് കിട്ടിയതെന്തോ ഒക്കെ കഴിച്ചിട്ട് ഞാനും ഋഷികേശും കൂടെ ഉറങ്ങുകയാണ് ഭംഗിയായിട്ട്. ഒരു അലർച്ച കേട്ട് ഞാൻ ഉണരുമ്പോൾ ഞാൻ കാണുന്നത് കൊഞ്ചു പോലുള്ള ഋഷികേശിനെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറാകാൻ നടന്ന ഈ സിനിമാക്കാരുടെ ടിപ്പിക്കൽ മൂകാമ്പി ഉറിയിക്കിട്ട് നടന്നൊരു ചട്ടമ്പിയെ, ആ ചട്ടമ്പി ഉടുപ്പിൽ കുത്തിപ്പിടിച്ച് അലറുകയാണ്. നീ ഇവിടെ കണ്ടവൻ്റെ ചിലവിൽ ശാപ്പാട് മേടിച്ച് ഉറങ്ങണമെന്നോടാ മറ്റവനെ എന്നൊക്കെ പറഞ്ഞു വിരട്ടുകയാണ് ഋഷികേശിനെ. പട്ടിണി കിടക്കുകയാണേ, എന്തോ കിട്ടിയത് കഴിച്ചതാണ്. ഇവൻ ഈ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും അന്ന് സുരേഷിൻ്റെ എർത്താണ് ഈ കഥാപാത്രം, ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല. ഞാൻ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഉണർന്നത്. ഞാൻ നല്ല 4 ഡയലോഗ് പറഞ്ഞ് ആ കക്ഷിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഷൂട്ടിംഗ് ഇനി തുടരണമെങ്കിൽ ഇതുപോലുള്ള ചട്ടമ്പികളെ സെറ്റിലോ താമസ സ്ഥലത്തോ കയറില്ലാന്ന് ഉറപ്പ് തരണം, അല്ലെങ്കിൽ ഈ യൂണിറ്റിലുള്ള ഒരാളനങ്ങില്ല എന്ന് ഞാനങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ നിവൃത്തികേടുകൊണ്ട് ഉറപ്പ് വന്നു, ഇനി പ്രശ്നം ഉണ്ടാവില്ല, അവൻ ഇവിടെ അങ്ങ് വരില്ല, തിരുവനന്തപുരത്ത് സിനി പ്രോപ്സി ഇരുന്ന് സാറ് ഇവിടെ ഉള്ളൂ. ഞാൻ ദിനേശിനോടൊപ്പം റൂമിൽ കൂടിയതിനാൽ എൻ്റെ കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടില്ല. അക്കാലത്ത് ഋഷികേശ് എന്നോട് പറഞ്ഞ വാചകമാണ്. ഇപ്പോൾ ഋഷികേശ് അത് ഓർക്കുമോ, ഞാനങ്ങനെയൊന്നും ദിനേശിൻ്റെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമോ ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഋഷിയെ കണ്ടിട്ട് മിനിമം ഒരു 15-20 വർഷമെങ്കിലും വരും. എൻ്റെ കുട്ടികൾക്ക് അച്ഛനില്ലാതായത് ഞാൻ ദിനേശിൻ്റെ റൂമിൽ കൂടിയതുകൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞ ആളാണ്. വല്ല വിധനയും പടം ഷൂട്ടിംഗ് തീർത്തു. പാക്കപ്പിൻ്റെ തലേന്ന് ഋഷി എന്നോടൊരു കാര്യം പറഞ്ഞു. ദിനേശേ, ഷൂട്ടിങ്ങിന് മാത്രമാണല്ലോ ദിനേശ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് എഗ്രിമെൻ്റൊക്കെ വയ്പ്പിച്ചിരുന്നു. ഒരിക്കലും സുരേഷ് ചെയ്യാൻ പാടില്ലാത്തതാണ്, കാരണം വർഷങ്ങളായ സുഹൃത്തല്ലേ. ദിനേശ് എന്നെ ചതിക്കില്ല എന്ന് അയാളെങ്കിലും വിചാരിക്കണം. പക്ഷേ 3 പ്രൊഡ്യൂസർമാരായതുകൊണ്ട് എഗ്രിമെൻ്റ് വയ്ക്കണമെന്നാണ്. അപ്പോൾ ഷൂട്ടിങ്ങിൽ മാത്രം പങ്കെടുത്താൽ മതി. അതിൻ്റെ എമൗണ്ടാണ് എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്നത്. എഡിറ്റിങ് ഡബ്ബിങ്ങിലൊന്നും നിങ്ങളില്ലല്ലോ. ഇല്ല, എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന തുക യവന്മാർ തരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. സിനിമയുടെ ഷൂട്ട് സ്ക്രിപ്റ്റ് ദിനേശ് കൊണ്ടുപോകും, നിങ്ങളുടെ കാശ് തന്നിട്ട് തിരക്കഥ കൊടുത്താൽ മതി എന്ന് ഋഷികേശ് എന്നോട് പറഞ്ഞു. അതിനു മുമ്പോ അതിന് ശേഷമോ ഒരു സിനിമയിലും ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ പൈസ തരാതെ സ്ക്രിപ്റ്റ് തരില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എനിക്കൊരു വൈമനസ്സിൽ ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ കൊണ്ടുപോകും. ഞാൻ തിരക്കഥയുമായി വീടെത്തി. 2 ആഴ്ച ഒരനക്കമില്ലായിരുന്നു.
എവിടുന്നോ കാശൊപ്പിച്ച് എഡിറ്റിംഗ് തുടങ്ങാം എന്നായി, വീണ്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാം എന്നായി, എഡിറ്റ് ചെയ്യണമെങ്കിൽ തിരക്കഥ വേണ്ടേ എന്നായി ഋഷികേശ്. സ്ക്രിപ്റ്റ് ദിനേശിൻ്റെ കയ്യിലാണ് എന്ന് അപ്പോഴാണ് ഋഷി പറയുന്നത്. അയാളുടെ കാശ് തീർത്ത് കൊടുത്ത് തിരക്കഥ വാങ്ങിക്കുന്നതായി ഋഷികേശ്. എന്നെ ശങ്കർ വിളിച്ചു, നിങ്ങൾ ഷൂട്ട് സ്ക്രിപ്റ്റ് വീട്ടിൽ കൊണ്ടുപോയോ? ഞാൻ പറഞ്ഞു അതെ. അതെന്തിനാണ് കൊണ്ടുപോയി? ഞാൻ പറഞ്ഞു എൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം ഷൂട്ടിംഗ് തീരുന്നതിൻ്റെ അന്ന്, ഞാൻ ഷൂട്ടിങ്ങിൽ മാത്രമല്ലേ ഉള്ളൂ, ഷൂട്ടിംഗ് തീരുന്നതിൻ്റെ അന്ന് എൻ്റെ പൈസ തരേണ്ടതാണ്. നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ ബസ് കയറി ഇങ്ങ് പോന്നു. അല്ല നിങ്ങൾ എന്നെ കാറിലോ ഒന്നും അല്ലല്ലോ കൊണ്ടാക്കിയത്, ഞാൻ വിതിരിൽ നിന്നും ബസ് കയറി ഇങ്ങ് പോന്നു, പെട്ടിയും കിടക്കുകയൊക്കെ ഇട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കാശ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേ, അതിന് ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുപോകുന്നതാണ്. കാശ് തന്നിട്ട് തിരക്കഥ എടുത്തോ, ഇല്ലേൽ വേറൊരു നിബന്ധന ഞാൻ അങ്ങോട്ട് വെച്ചു. നിങ്ങളുടെ ഈ സിനിമയിൽ നിങ്ങൾ മാത്രമല്ലല്ലോ ശങ്കറെ പ്രൊഡ്യൂസർ, കോട്ടയത്തുകാരനായ മോഹനും തിരുവനന്തപുരത്തുകാരനായ സിനിപ്രോ സുരേഷും ഉണ്ടല്ലോ. സുരേഷ് എൻ്റെ അടുത്ത സുഹൃത്താണ്. സുരേഷ് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ തരാം, ദിനേശിൻ്റെ കാശ് ഞാൻ ഏറ്റു എന്ന് മാത്രം സുരേഷ് പറഞ്ഞാൽ മതി, ഞാൻ സ്ക്രിപ്റ്റ് തിരിച്ചു തരാം. ഞാൻ പറഞ്ഞിരുന്നതിനേക്കാൾ തുക ചിലവിട്ട് കഴിഞ്ഞു, ഞാൻ അതുകൊണ്ട് ഏൽക്കില്ല എന്നാണ് എന്നോട് സുരേഷ് പറഞ്ഞത്. ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ സുരേഷിനെ വിളിച്ച്, സുരേഷ് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോകില്ല. ദിനേശേ, 3 പേര് പാർട്ട്നേഴ്സാണ്, എന്നോട് പറഞ്ഞിരുന്ന തുകയേക്കാൾ കൂടുതൽ ഞാൻ ചിലവാക്കി. എൻ്റെ തിരക്കഥയുടെ പ്രതിഫലം ഞാൻ വാങ്ങിച്ചിട്ടില്ല, പാട്ടെഴുതിയതിനൊന്നും വാങ്ങിച്ചിട്ടില്ല, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഞാൻ ദിനേശിൻ്റെ ഏക്കില്ല ദിനേശ്, അതിനി മറ്റൊരു 2 പേരും കൂടെ കാശ് കൊണ്ടുവരട്ടെ എന്ന് സുരേഷ് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുപോയത്. കാശ് തന്നിട്ട് തിരക്കഥ കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സുരേഷും കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതായല്ലോ, കുളമായി. അന്ന് മാക്ടയുടെ ചെയർമാൻ KG ജോർജ് സാറാണ്. ഋഷികേശ് എറണാകുളത്ത് ചെന്ന് ജോർജ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. സാറ് ഫോണിലൂടെ എന്നോട് സംസാരിച്ചു. എനിക്കിപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്, ന്യായം ദിനേശിൻ്റെ ഭാഗത്താണ്, കാശ് തന്നിട്ട് തിരക്കഥ കൊടുത്താൽ മതി എന്ന് ജോർജ് സാർ എന്നോട് പറഞ്ഞു. അപ്പോൾ ശങ്കർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ SN സ്വാമിയെ ബന്ധപ്പെട്ടു, നമ്മളെ തിരക്കഥാകൃത്ത് SN സ്വാമി തിരക്കഥ എഴുതിയ ഏതൊക്കെയോ പടങ്ങളിൽ ശങ്കർ ഉണ്ടായിരുന്നു. സ്വാമി ഒന്നും പഠിക്കാതെ എന്നെ വിളിച്ചു, എടാ ആ തിരക്കഥ എങ്ങ് കൊടുക്ക്, എഡിറ്റിങ് തുടങ്ങട്ടെ. സ്വാമി അങ്ങനെയാണ്. ഞാൻ കേട്ട് എൻ്റെ കാശോ അവൻ തരുവടാ, തന്നില്ലെങ്കിലോ ഞാൻ ഏറ്റു. എന്ന് തരും? ഒരു 15 നാൾ കഴിഞ്ഞു ഞാൻ തിരക്കഥ ഋഷികേശിനെ ഏൽപ്പിച്ചു. 15 കഴിഞ്ഞു 30 കഴിഞ്ഞു, എൻ്റെ കാശ് തരുന്നുമില്ല, സ്വാമി വിളിക്കുന്നുമില്ല. ഞാൻ സ്വാമിയെ വിളിച്ചു. മാറ്റ ട്രഷററാണെന്ന് SN സ്വാമി. ഈ കാശ് എനിക്ക് സ്വാമി തരേണ്ടി വരും, തരണം എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. നിങ്ങളുടെ ഉറപ്പിലാണ് ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തത്. ജോർജ് സാറ് കൊടുക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, മാറ്റയുടെ ചെയർമാൻ പറഞ്ഞത് കൊടുക്കണ്ടെന്നാണ്. നിങ്ങളെ ഞാൻ മാറ്റ ജനറൽ ബോഡിയിൽ കാണിച്ചു തരാം സ്വാമിയോട്. സ്വാമി ഓട്ടം പിടിച്ചു, ആരുമില്ല സ്വാമിയെ സഹായിക്കും. ഒടുവിൽ സ്വാമി എന്തെന്ന് വെച്ചാൽ കല്ലിയൂർ ശശിയെയും GS വിജയനെയും ചുമതലപ്പെടുത്തി കാശ് വാങ്ങിത്തരാം. അവർ വിളിച്ചാൽ ശങ്കർ ഫോൺ എടുക്കില്ല. ചിത്രാഞ്ജലിയിലെ എഡിറ്റിംഗ് ജോലികൾ മാക്ട ഇടപെട്ട് അല്ലെങ്കിൽ കല്ലൂർ ശശിയോ GS വിജയനോ ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചു. പ്രശ്നം ചൂടായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കാശ് റെഡി, തിരുവനന്തപുരത്ത് നസീർ സാറൊക്കെ താമസിച്ചിരുന്ന തെക്കാടുള്ള അമൃത ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു. കാശ് പോയെങ്കിൽ പോട്ടറ, അവന്മാർ എന്തും ചെയ്യും, നീ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് അമ്മ എന്നെ തടസ്സം പിടിച്ചു. ഇപ്പോഴും പാവം മരിച്ചുപോയ എൻ്റെ അമ്മ പറഞ്ഞ ആ ഡയലോഗ് ഞാൻ ഓർക്കുന്നു. കാശ് പോയെങ്കിൽ അങ്ങ് പോട്ടെ, നീ പോണ്ട, അവന്മാർ എന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരായിരിക്കും. ഞാൻ പോയി. കാശ് പോയാലും കുഴപ്പമില്ല, മൂക്കാമണ്ട ഇടയ്ക്ക് ഒരൊറ്റ ഇടി കൊടുത്തിട്ട് പോരാമെന്ന്, എന്നെ എന്തെങ്കിലും ചെയ്താൽ ഒരൊറ്റ ഇടി മൂക്കാമണ്ട ഇടയ്ക്ക്, ഏവനാണോ എൻ്റെ ദേഹത്ത് കൊടുത്ത് അവൻ ഒരൊറ്റ ഇടി കൊടുത്ത് മൂക്കിൽ നിന്നൊക്കെ ചീറ്റി പായുന്നത് കണ്ടിട്ട് ഇറങ്ങി പോരാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ അമൃതയിലെ റൂമിൽ സകല പേരുമുണ്ട്. ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർത്തട്ട ഹിസിച്ച് ഭയങ്കര കോമഡിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചെന്നപാടെ ശങ്കർ മറ്റേ കരിക്കലം മുഖത്ത് തേച്ചതുപോലെ മുഖം ഇരുണ്ടിട്ട് ഞാൻ ശങ്കറിനെ കളിയാക്കിക്കൊണ്ട് എഴുതിക്കളഞ്ഞു എന്നതാണ് പ്രധാന പരാതി. പിന്നെ തിരക്കഥയും കൊണ്ട് മുങ്ങിക്കളഞ്ഞു എന്നതാണ് അടുത്ത പരാതി. മുങ്ങിയതല്ല, സംവിധായകന് നിങ്ങളെക്കുറിച്ച് നന്നായി അറിയാം, അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകാൻ. അപ്പോൾ ശങ്കർ ഋഷിയെ നോക്കി. അപ്പോൾ ഋഷി എന്തും വരട്ടെ എന്നുള്ള രീതിക്കുക. ഋഷി നീ എങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞു ശങ്കരണ്ണ എന്നായി ഋഷി. എന്നെ നിങ്ങളുടെ ഒരു ശിൽബന്തി വന്ന് ഉടുപ്പി കുത്തി പിടിച്ചപ്പോൾ രക്ഷപ്പെടുത്തിയത് ദിനേശാണ്. പുഴയിൽ നെഞ്ചടിച്ച് വീണിട്ടു വീട്ടിൽ പോകാതെ എൻ്റെ സിനിമ തീർക്കാൻ എൻ്റെ കൂടെ നിന്ന ആളാണ് ദിനേശ്. ഇത്രയൊക്കെ ഋഷി പറഞ്ഞു. ശങ്കറെ, നിങ്ങളെയും മോഹനെയും എനിക്ക് മുൻ പരിചയമില്ല. സുരേഷ് എൻ്റെ സുഹൃത്താണ്. സുരേഷ് പറഞ്ഞാൽ തിരക്കഥ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. സുരേഷ് ഏൽക്കില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ശങ്കർ സുരേഷ് അങ്ങനെ പറഞ്ഞോ എന്ന് കേട്ടു. പറഞ്ഞു. ഞാൻ പറഞ്ഞതിനും അപ്പുറം മുടക്കി കഴിഞ്ഞല്ലോ. ശങ്കർ മുടക്കിയോ? ഇനിയും ബാധ്യത എനിക്ക് തലയിൽ കയറ്റി വയ്ക്കാക്കില്ല എന്നായി സുരേഷ്. ഓഹോ, എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി, ഞാനിതൊന്നും അറിഞ്ഞില്ല ദിനേശ് എന്നായി ശങ്കർ. നിങ്ങൾ എങ്ങനെ അറിയും? പൊന്മുടിയിലെ തണുപ്പിലല്ലേ നിങ്ങളും 6 നായികമാരും. ഞാൻ വിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് ശങ്കർ എഡിറ്റ് ചെയ്തു. ശരി 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 നമ്മൾ വച്ച എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും കുറയ്ക്കണം ദിനേശ്. വിചാരിച്ചതിനേക്കാൾ തുക കൂടിപ്പോയി എന്നായി. ഒരു തുകയും കൂടിയിട്ടില്ല, അവിടെ ഒരു പുല്ലും ഇല്ല, ചുമ്മാതെ അടിക്കുന്നതാണ്. ഒന്നും പഠിക്കാതെ ഞാൻ പറഞ്ഞു, ഞാനൊരു 5000 രൂപ കുറച്ച് തരാം. അതായത് 27 വർഷം മുമ്പാണ് പറയുന്നത്. 5000 രൂപ കുറച്ച് തരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ ചോദിച്ചു. ഈ പടത്തിൻ്റെ ടൈറ്റിലിൽ എൻ്റെ പേര് വയ്ക്കരുത്. അതെന്താ? നിങ്ങൾ വർക്ക് ചെയ്ത പടമല്ലേ, നിങ്ങൾ ശമ്പളം മേടിച്ച സിനിമയല്ലേ. ഞാൻ 5000 രൂപ കുറയ്ക്കണമെങ്കിൽ ടൈറ്റിലിൽ എൻ്റെ പേരുണ്ടാവരുത്. നന്ദി കെട്ട കൂട്ടരോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. ആരും മിണ്ടുന്നില്ല. സമ്മതം. 5000 കുറച്ച് ബാക്കി വാങ്ങി ഒരാളിനോട് പോലും, സുരേഷിനോട് പോലും യാത്ര പറയാതെ, അല്ലെങ്കിൽ ഋഷികേശിനോട് പോലും യാത്ര പറയാതെ ഞാൻ പിരിഞ്ഞു. പക്ഷേ ഇതിലാര് ചെയ്തു എന്ന് എനിക്കറിയില്ല. യോമാരെല്ലാം കൂടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പടത്തിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് മണക്കാട് രവി എന്ന് പറഞ്ഞ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്ന ഒരു പാവം അണ്ണനായിരുന്നു. രവി അണ്ണൻ മരിച്ചുപോയി. അസോസിയേറ്റ് ഡയറക്ടറുടെ സ്ഥാനത്ത് മണക്കാട് രവി എന്ന് വെച്ചു. പടം തീരുമ്പോഴാണ് അതിലെ ചെറിയ ടെക്നീഷ്യന്മാരുടെ റോളിംഗ് പോകുന്നത്. ആ റോളിങ്ങിൽ സംവിധാന സഹായി ശാന്തിയുള്ള ദിനേശ് എന്ന് ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. എനിക്ക് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ശാന്തിയുള്ള ദിനേശ് എന്ന് സംവിധാന സഹായി എന്ന് എഴുതി കാണിച്ചു. ഞാൻ ആലോചിക്കുന്നത്, സംവിധാന സഹായി എന്ന് വെച്ച ശാന്തിയുള്ള ദിനേശ് ഇപ്പോഴും സിനിമയിൽ ലൈവായി നിൽപ്പുണ്ട്. അത് സീരിയലാവട്ടെ, സിനിമയാവട്ടെ, അല്ലെങ്കിൽ സഹസംവിധായകനാവട്ടെ, എന്തോ ആവട്ടെ, PR ആവട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലാവട്ടെ, ദിനേശ് ലൈവാണ്. പക്ഷേ സൂര്യവനം എടുത്ത ഒരുത്തൻ പോലും ഇന്ന് സിനിമ രംഗത്തില്ല. ഞാൻ സഹായിച്ച ഋഷി പോലും അങ്ങനെ റോളിങ്ങിൽ ദിനേശിൻ്റെ പേര് വയ്ക്കല് എന്ന് പറഞ്ഞില്ല. എത്രയോ ദിവസം പൊന്മുടിയുടെ തണുപ്പിൽ കൊണ്ടിട്ട 6 തമിഴ്ത്തി പെണ്ണുങ്ങൾക്ക് ചെക്കുകൾ കൊടുത്ത് യാത്രയാക്കി. എല്ലാ ചെക്കുകളും 7 നിലയിൽ പൊട്ടിയെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഞാൻ അതിലെ ഒരു നടിയെ മദ്രാസിലെ ഏതൊരു പടത്തിൻ്റെ പൂജാ സമയത്ത് അവിടെ വെച്ച് കണ്ടു. വളരെ സങ്കടത്തോടെ എന്താ പറഞ്ഞു, സാർ അന്ത സൂര്യവനം പടത്തിലെ ചെക്ക് തന്നില്ലേ, ഇതായിപ്പോയിച്ച് സാർ, കാശ് കിടച്ചില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോവുമായിരുന്നു, ഞങ്ങളിവിടെ പട്ടിണിയും പരിവട്ടുമായിട്ട് വിതിരി കിടക്കുമ്പോൾ സർക്കാരിൻ്റെ പൊന്മുടിയിലെ ഗസ്റ്റ് ഹൗസിൽ 6 നായികമാരും ശങ്കറും കൂടി തണുപ്പിൽ ആഘോഷിച്ച് ജീവിക്കുകയായിരുന്നു. എന്നിട്ട് ആ പാവങ്ങളുടെ ചെക്കുകളെല്ലാം ബൗൺസാക്കി. ഒരെണ്ണത്തിൻ്റെ പൈസ കൊടുത്തില്ല. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ശങ്കർ പിന്നെയും പെണ്ണ് കെട്ടി, നിർമ്മാണം നിർത്തി, ഇപ്പോൾ സംവിധായകനാണ്. ഒന്നും ക്ലച്ച് പിടിക്കാതെ പോയെന്നാണ് എൻ്റെ വിലയിരുത്തൽ. പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കും എന്നാണ് അനുഭവസ്ഥർ പറയാറ്. ഇതിൽ കൂടുതൽ ശങ്കറിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. ഒരിക്കലും ഞാൻ ശങ്കർ ഇങ്ങനെയുള്ളൊരു ബോർണാണെന്ന് വിചാരിച്ചതേ അല്ല. ഇപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ യാതൊരു യൂട്യൂബർ ചെന്ന്, ശങ്കരൻ ചേട്ടാ ഇന്ത്യയിൽ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? കാറിൻ്റെ ഉണ്ട്.
അമേരിക്കയിൽ ഏത് കാറൊക്കെ ഓടിക്കുന്നത്? ഞാൻ അവിടെ BMW മറ്റേ ബെൻസ് ഒക്കെ വേണം ഓടിക്കുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ എന്തൊക്കെയോ പൊങ്ങച്ചങ്ങൾ അടിച്ചുകൊണ്ട് പറയുന്ന ഒരു റീല് കണ്ടിയ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഇയാളിപ്പോഴും നിൽക്കുന്നത് മഞ്ഞിലുരിഞ്ഞ പൂക്കളിലാണെന്ന്. കാരണം ഒരു ഉടുപ്പിട്ടിട്ട് ഈ ചൂടത്ത് അതിനകത്തൊരു ബനിയനിട്ട് എങ്ങനെയാണോ പ്രേംകിഷനായത് അതുപോലെ തന്നെ ഇപ്പോഴും നടക്കുകയാണ്. നടക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ജീവിതത്തിൽ കുറച്ച് നേരും നിറയുമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അഭിനയം പഠിച്ചിറങ്ങിയ, അല്ലെങ്കിൽ ചേംബറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ചിറങ്ങിയ ആദ്യത്തെ സിനിമ തന്നെ തമിഴിൽ സൂപ്പർ ഹിറ്റാവുകയും അതിൻ്റെ 10 മടങ്ങ് സൂപ്പർ ഹിറ്റായി മലയാളത്തിലെ മഞ്ഞിലുരിഞ്ഞ പൂക്കൾ. 45 വർഷം കഴിഞ്ഞിട്ട് അയാൾ ക്ലച്ച് പിടിക്കാത്തത് എന്ത് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഈ കയ്യിലിരിപ്പിതായതുകൊണ്ടാണ്. നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അയാളും മോഹൻലാൽ ആയില്ലെങ്കിലും കുറച്ച് താഴെയെങ്കിലുമൊക്കെ നിന്നെ. കാരണം മോഹൻലാലിൻ്റെ കൂടെ ശങ്കർ ചെയ്ത പോലെ നായക വേഷം ചെയ്തവർ പോട്ടെ, അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത സുരേഷ് ഗോപിയൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇയാളെങ്ങും ആവാത്തത് കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല. എന്നോട് കാണിച്ച ചതി മാത്രം മതി ഇയാൾ ഗുണം പിടിക്കാത്തത് ഇതാണെന്ന് പറയാൻ. ഇതിലപ്പുറം ശങ്കറിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.